അസ്ഥിക്ഷയവും അസ്ഥി തേയ്മാനവും ഒട്ടനവധി പേരെ അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഇപ്പോൾ. പല പ്രായക്കാരിലും ഈ ഒരു ആരോഗ്യ പ്രശ്നം ചെറിയ പ്രായം മുതൽ വളരെയധികം പ്രായം ചെന്നവരിലും ഒരുപോലെ കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. പക്ഷേ പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗമുള്ളവർ, ആർത്തവ വിരാമത്തിന് ശേഷമുള്ള സ്ത്രീകളിലൊക്കെയാണ് സാധാരണ അസ്ഥിക്ഷയവും അസ്ഥി തേയ്മാനവും സാധാരണയായി കാണുന്നത്. വളരെ ചെറിയ പ്രായത്തിലെ തന്നെ, അതായത് അസ്ഥിക്ഷയത്തിൻ്റെയും അസ്ഥി തേയ്മാനത്തിൻ്റെയും ലക്ഷണങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരുമുണ്ട്. സ്ഥിരമായ സന്ധിവേദന, കുറച്ചധികം നേരം നടക്കുമ്പോൾ തന്നെ ഒരു ക്ഷീണം അനുഭവപ്പെടുക, അതുപോലെ സാധാരണ കാര്യങ്ങൾ ദൈനംദിനം നമ്മൾ ചെയ്യുന്ന ജോലികൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോവുക, പേശിവേദന, കുറച്ച് നേരം തന്നെ ഇരിക്കുമ്പോഴത്തേനും അസ്ഥികളിൽ വേദന, ഇത്തരം ലക്ഷണങ്ങളുമായിട്ട് അസ്ഥിക്ഷയവും അസ്ഥി തേയ്മാനത്തിനുള്ള ലക്ഷണങ്ങളുമായിട്ട് വളരെ ഒരു 20 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ തന്നെ ഇപ്പോൾ ഒ പിയിലെത്തുന്നുണ്ട്. പ്രധാനമായും ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും വന്ന മാറ്റമാണ് നമ്മുടെ അസ്ഥിയുടെ ആരോഗ്യത്തെ ഇത്രയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളത് പലരുടെയും ജോലിയിൽ നിന്നും ഒഴിവായി പോകുന്നൊരു അവസ്ഥയാണ്. ഇപ്പോൾ കോവിഡ് കൂടി കഴിഞ്ഞതിന് ശേഷം വർക്ക് ഫ്രം ഹോമൊക്കെ ശീലമായപ്പോൾ സൺ എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇന്നത്തെ ഒരു യുവതലമുറയിലും. അത്തരം ആൾക്കാരുടെയും അസ്ഥികളുടെ ആരോഗ്യത്തിന് വളരെയധികം സാരമായി ബാധിക്കുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. വൈറ്റമിൻ ഡി ഒരു 10 പേരിൽ നമ്മളിപ്പോൾ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 6 പേരെങ്കിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണുന്നുണ്ട്. സൺലൈറ്റ് എക്സ്പോഷർ കുറയുക എന്നുള്ളതാണ് വൈറ്റമിൻ ഡി കുറയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആഹാരത്തിൽ വൈറ്റമിൻ ഡി നാച്ചുറലി കിട്ടുന്ന രീതിയിലുള്ള ആഹാര രീതികൾ മാറി എന്നുള്ളതുമാണ്. ഇലക്കറികൾ, പച്ചക്കറികൾ, പാലിൻ്റെ ഉപയോഗം, കാൽസ്യം അടങ്ങിയ, അതായത് മീൻ, അതുപോലെ പച്ച നിറത്തിലുള്ള ഇലക്കറികൾ, ഇവയൊക്കെ ധാരാളമായ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ വൈറ്റമിൻ ഡി നാച്ചുറലി നമുക്ക് കിട്ടാൻ സഹായിക്കും. പിന്നീട് സ്ഥിരമായ ജീവിതശൈലി രോഗമുള്ളവർ, അതിന് ഔഷധങ്ങൾ ഉപയോഗിക്കുന്നവർ, അത്തരം ആൾക്കാരിലും നമുക്ക് അസ്ഥിക്ഷയം കാണാറുണ്ട്. സ്വതവേ തന്നെ, അതായത് ജനറ്റിക്കായിട്ട് ചില പ്രശ്നങ്ങളുള്ളവർക്കും പാരമ്പര്യ ഒരു ഘടകവും അസ്ഥിക്ഷയത്തിന് കാരണമാകുന്നുണ്ട്. തീർച്ചയായും വ്യായാമത്തിന് അസ്ഥിക്ഷയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ പലരും വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് വ്യായാമം ചെയ്യുന്നത്. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രാസഘടകങ്ങൾ നമ്മുടെ കാൽസ്യം മെറ്റബോളിസത്തിനെയും അയൺ മെറ്റബോളിസത്തിനെയും അവൈലബിലിറ്റി ഓഫ് മിനറൽസിനെ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ ഇത്തരം ധാതു ലവണങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാസഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് കൃത്യമായ വ്യായാമം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി കൃത്യമായി നമുക്ക് കിട്ടുന്നതിനും അതുപോലെ തന്നെ കാൽസ്യം മെറ്റബോളിസത്തിനും സഹായകമാണ്. പക്ഷേ അസ്ഥിക്ഷയം വളരെ സാരമായി ബാധിക്കുകയും തേയ്മാനവും അതുപോലെ തന്നെ ചില അവസ്ഥകളിൽ, പ്രത്യേകിച്ചും ഒരു 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ സ്ഥിരമായി അസ്ഥിക്ഷയം കൃത്യമായി ചികിത്സിക്കാതെ മാനേജ് ചെയ്യാതെയും വരികയും ഈസ്ട്രജൻ്റെ ഡെഫിഷ്യൻസി കുറയുകയും തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഇംബാലൻസ് വരികയും ചെയ്യുകയാണെങ്കിൽ അസ്ഥികൾ പൊട്ടിപ്പോകുന്നതിനുള്ള സാധ്യത കൂടുന്നു. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്കും എത്താറുണ്ട്. അതിനൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിലെ തന്നെ, ഒരു 30 വയസ്സ് കഴിയുമ്പോഴേ തന്നെ അതീവ ശ്രദ്ധ ആഹാരത്തിലും വ്യായാമത്തിലും ചെലുത്തിയില്ല എങ്കിൽ പിന്നീട് അസ്ഥികൾ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അത്തരം ലക്ഷണങ്ങൾ ഉള്ളവരിൽ ചെയ്യുന്ന വ്യായാമം നമ്മൾ ഈ ഒരു മിനറൽ അവൈലബിലിറ്റി കൂട്ടുന്ന രീതിയിലായിരിക്കുകയും വേണം. പക്ഷേ കൂടുതൽ സ്ട്രെയിൻ നമ്മുടെ അസ്ഥികൾക്ക് കൊടുക്കാത്ത രീതിയിലുള്ളതുമായിരിക്കണം. സാധാരണ നമ്മുടെ തുടയെല്ലുകൾക്കും അതുപോലെ തന്നെ നടുവിൻ്റെ എല്ലുകൾക്കുമാണ് ഓസ്റ്റിയോപോറോസിസ് ഒക്കെ ബാധിക്കാൻ സാധ്യതയുള്ളത്. ചിലതരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതായത് നമ്മുടെ തന്നെ പ്രതിരോധ ശേഷി നമുക്കെതിരായി പ്രവർത്തിക്കുന്ന ചിലതരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലും അസ്ഥിക്ഷയം സാധ്യത ഉണ്ടാകാറുണ്ട്. ഇത്തരം ആൾക്കാരിൽ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ചെറിയ പ്രായത്തിലെ തന്നെ വൈറ്റമിൻ ഡി അനലൈസ് ചെയ്യുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നാച്ചുറലി അവൈലബിൾ ആകുന്ന വൈറ്റമിൻ ഡി അവൈലബിൾ ആക്കുന്ന രീതിയിലുള്ള ഭക്ഷണശീലങ്ങൾ ഉണ്ടാക്കുക. ഇല്ല എങ്കിൽ അങ്ങനെ ഒക്കെ ചെയ്തിട്ടും ശരിയായി വരുന്നില്ല എങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. ആയുർവേദത്തിൽ ചങ്ങലം പറണ്ട പോലുള്ള ഔഷധങ്ങൾ അടങ്ങിയ ഔഷധക്കൂട്ടുകളാണ് നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത്. ദീർഘനാൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരമല്ലാതെ കഴിക്കുന്ന ഒരു ശീലവുമുണ്ട്. പക്ഷേ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റും കാൽസ്യം സപ്ലിമെൻറ്റും കഴിക്കുന്നവരും മറ്റു പല പരിശോധനകളും അവരുടെ ഈ ഒരു മെഡിസിൻ ഇൻടേക്കിൻ്റെ ഇടയിൽ നടത്തേണ്ടതുണ്ട്. അതുമൊക്കെ കൃത്യമായി ചെയ്ത് ജീവിതശൈലി ക്രമീകരണവും കൃത്യതയുള്ള വ്യായാമവും ആഹാര രീതിയിലുണ്ടാകുന്ന വ്യതിയാനവും സമയബന്ധിതമായ ചികിത്സയും അസ്ഥിക്ഷയവും അനുബന്ധ രോഗങ്ങളെയും നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും.